ഹസീനയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഭർത്താവ് സുരേഷിന്റെ മൃതദേഹം കുറച്ചു മുമ്പ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനടുത്ത് കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ സുരേഷ് ഇപ്പോൾ മരണപ്പെട്ട് കാണാനിടയായ ഈ സുരേഷ് ഭാര്യയുമായി എന്നും പ്രശ്നത്തിലായിരുന്നു. ഈ 2 ദിവസം മുമ്പാണ് ഈ ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുന്നത്. ഈ സംഭവത്തിന് ആസ്പദമായ കാരണം എന്ന് പറയുന്നത് ഈ ഭാര്യയായ ഹസീനയെ എപ്പോഴും സംശയമായിരുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റിയ കാര്യങ്ങൾ. ഈ സംശയമുള്ള ഈ ആളുമായിട്ട് എന്നും ഭർത്താവ് ഭാര്യയായിട്ട് എന്നും നിരന്തരം വഴക്കായിരുന്നു. കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളും വഴക്കുകളുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ ഇവർക്ക് 4 കുട്ടികളുണ്ട്. 4 മക്കളുള്ള ഒരു അമ്മയാണ് ഈ അച്ഛൻ തന്നെ മക്കളുടെ കൺമുമ്പിലിട്ട് കഴുത്തറുത്ത് കൊന്നിരിക്കുന്നത്. ഈ വിഷയം നമ്മുടെ എല്ലാം മനസ്സിൽ വളരെയധികം വേദന തരുന്ന ഒരു കാര്യം. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സമയം അത്രയും നമ്മൾ ചിന്തിച്ചത് ഈ പ്രതിയായ ഈ സുരേഷ് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം മൊബൈല് അടുത്തുള്ള കടയിൽ വിറ്റതിന് ശേഷം മറ്റൊരു മൊബൈലും എടുത്തുകൊണ്ടാണ് ഈ സുരേഷ് രക്ഷപ്പെടുന്നു എന്നുള്ള ഒരു രീതിയിലായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുറച്ചു മുമ്പ് തന്നെ ഈ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനടുത്താണ് ഈ പ്രതിയായിട്ടുള്ള സുരേഷിന്റെ മൃതദേഹം കാണാനിടയായത്. ഒന്ന് ചിന്തിക്കണം. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടറിയുന്ന നമ്മളുടെ എല്ലാം മനസ്സിൽ പെട്ടെന്ന് വരുന്ന രംഗങ്ങൾ എന്താണ്? 4 മക്കളുള്ള ഒരു അമ്മയാണ് ഹസീന. അതുപോലെ 4 മക്കളുള്ള ഒരു അച്ഛനാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് കുട്ടികളോട് ഒരുപാട് സ്നേഹവാത്സല്യങ്ങൾ കാണിക്കേണ്ട, അല്ലെങ്കിൽ സ്നേഹവാത്സല്യങ്ങളും കുടുംബത്തിലെ ഉത്തരവാദിത്വവും ഭാര്യയുള്ള സ്നേഹം, മക്കളുള്ള സ്നേഹം, ഇതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ആ മക്കളുടെ ജീവിതമാണ്. ആ മക്കൾക്കിപ്പം അമ്മയില്ല എന്ന് പറയും. പെറ്റമ്മ മക്കൾക്കില്ല. അതുപോലെ അച്ഛനും നഷ്ടപ്പെട്ടിരിക്കുന്നു. മക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് പണമോ മറ്റുള്ള കാര്യങ്ങളോ വല്ലതും ആണോ കുട്ടികൾക്ക് വേണ്ടത്? അവർക്ക് അതിൻ്റെതായ സമയത്ത് അവർക്ക് സ്നേഹം ഏറ്റുവാങ്ങുവാനോ അവരുടേതായ സ്വാതന്ത്ര്യങ്ങളിലും അവരുടേതായ സന്തോഷത്തിലും അവർക്ക് മുഴുകി എല്ലാം മറന്ന് ചിരിച്ചാർത്തൽ ഉല്ലസിച്ച് കളിച്ച് രസിച്ച് നടക്കുവാനുള്ള ആ കുട്ടികളുടെ ഒരു ജീവിതമാണ് എല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? ഈ ഹസീന ബീവി എന്ന് പറയുന്ന ഈ സ്ത്രീ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 18 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് ഈ സുരേഷിനെ. അവരുടെ ഇഷ്ടത്തിനൊത്തുള്ള ഒരു ജീവിതം അവർ തന്നെ തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ്. അതാണ് ഇത്രയും വലിയ പ്രശ്നമാക്കി തീർന്നത്. സ്നേഹിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഇവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത് അത് നമുക്ക് എന്താണെന്നുള്ള കൃത്യവിവരം നമുക്കറിയില്ല. എങ്കിൽ പോലും പല അസ്വാസ്ഥ്യങ്ങളും ഇവരുടെ കുടുംബജീവിതത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും.